എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിലെ ജനലുകൾ, ഗ്ലാസ്സുകൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ കോളിൻ പോലുള്ള സ്പ്രേകളൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ക്ലീനിങ് പർപ്പസിന് ഇവ വളരെ നല്ലതാണ്. പക്ഷേ നമുക്ക് കോളിൻ പോലുള്ള സ്പ്രേകൾ വീട്ടിൽ തന്നെ നിസ്സാര ചിലവിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കോളിൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു ഫണൽ വെച്ച് കൊടുത്തിട്ടുണ്ട്, കാരണം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പ് അളവിൽ വെള്ളം, 125 ml വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഈ വെള്ളം ഞാൻ ഈ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് വിനാഗിരിയാണ്, സാധാരണ സിന്തറ്റിക് വിനാഗിരി. അപ്പോൾ ഞാൻ വിനാഗിരി 1/2 കപ്പിൻ്റെ പകുതി, അതായത് 1/4 കപ്പ് വിനാഗിരിയാണ് എടുത്തിരിക്കുന്നത്. ഈ 1/4 കപ്പ് വിനാഗിരി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ പകുതി അളവിലാണ് വിനാഗിരി എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് മനസ്സിൽ വയ്ക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഡിഷ് വാഷാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഏത് ഡിഷ് വാഷാണോ ഉപയോഗിക്കുന്നത് ആ ഡിഷ് വാഷ് ഒരു 2-3 ഡ്രോപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒത്തിരി ഒന്നും ചേർത്ത് കൊടുക്കരുത്, കാരണം സോപ്പ് പോലെ പതഞ്ഞ് വരും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. സാധാരണ നമ്മൾ കോളിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു സോപ്പിൻ്റെ ഒരു അംശം പോലെയല്ലേ തോന്നാറുള്ളൂ. അപ്പോൾ അത്രമാത്രം മതി. ഒരു പേരിന് കുറച്ച് ഡിഷ് വാഷ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ സ്പ്രേ ബോട്ടിൽ നന്നായിട്ട് അടച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ജനലുകൾ അതുപോലെ ഗ്ലാസ്സുകൾ ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു മിശ്രിതം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അഴുക്കുകളൊക്കെ നന്നായിട്ട് പോവും. അപ്പോൾ കടയിൽ നിന്നൊക്കെ വില കൂടിയ കോളിനൊന്നും വാങ്ങേണ്ട കാര്യമില്ല. വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലുള്ള ലോഷൻസൊക്കെ, ക്ലീനിങ് ലോഷൻസ് അല്ലെങ്കിൽ സ്പ്രേസൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ജനലുകളും അതുപോലെ നമ്മുടെ മിററുകൾ, കണ്ണാടികളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. വേണമെങ്കിൽ നമുക്ക് വാതിലുകളും ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സൊല്യൂഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.